നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ. പ്രദേശം സന്ദർശിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. പരിശോധന നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി MLA. പരിമിതികളെ അതിജീവിക്കുന്ന കുരുന്നുകൾക്ക് കൈത്താങ്ങായി മൂവാറ്റുപുഴ നഗരസഭ ഉയരെ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ച് ചാണ്ടിയുമ്മൻ MLA. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് സ്കൂളിൽ ക്വിസ് മത്സരം. പ്രതികരണവുമായി പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. പായിപ്ര, മഞ്ഞള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ. നടപടിക്രമങ്ങൾ തുടങ്ങിയതായി മാത്യു കുഴൽനാടൻ MLA. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനാണ് തുക അനുവദിച്ചത്. പായിപ്രയിൽ 1.55 കോടി രൂപയും മഞ്ഞള്ളൂരിൽ 55 ലക്ഷം രൂപയും പുതിയ കെട്ടിടങ്ങൾക്ക് നൽകും. സർഗതീരം കലാ സാംസ്കാരിക വേദി പ്രഖ്യാപന ഉദ്ഘാടനവും ജാനകീയം S. ജാനകി അനുസ്മരണവും സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലും അതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും നേരിട്ട പ്രദേശം സന്ദർശിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. പരിശോധന നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് MLA നിർദ്ദേശം നൽകി. മാടാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലും അതേ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉഗ്രശബ്ദത്തോടെ മണ്ണിടിഞ്ഞ പ്രദേശമാണ് MLA ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചത്. അപകടത്തിൽ ആളപായമില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കൃഷിയിടങ്ങൾക്കും വൻ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ച് ഉപേക്ഷിക്കപ്പെട്ട പാടമടകളിൽ വൻതോതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണോ മണ്ണിടിച്ചിലിന് കാരണമായതെന്ന സംശയം ഉയർന്നതിനെ തുടർന്ന് ഇക്കാര്യത്തിൽ പരിശോധന നടത്തി അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് MLA നിർദ്ദേശം നൽകി. ഉയർന്ന തലത്തിലുള്ള പഠനം ആവശ്യമാണെങ്കിൽ അതും നടത്തുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ അബാൻഡൻ ചെയ്ത, അതായത് ഒരുപക്ഷെ പാറ പൊട്ടിച്ച് ഉപേക്ഷിക്കപ്പെട്ട പാറമടകളിൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതിനൊരു കാരണമാകുന്നുണ്ടോ എന്ന് ഒരു സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആധികാരികമായി മനസ്സിലാക്കിയതിനു ശേഷം വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മറ്റെന്തെങ്കിലും മുൻകരുതലുകളോ മറ്റെന്തെങ്കിലും ഗവേഷണം നടത്തി എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള പരിശ്രമം ഉണ്ടാകും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഉന്നതതലമായിട്ടുള്ള പഠനം ആവശ്യമാണെങ്കിൽ അതും നടത്തും. എന്താണ് ഇവിടെ ആളപായമില്ലാത്തത് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ ധാരാളം കാർഷിക വൃത്തിയെ അഫക്ട് ചെയ്തിട്ടുണ്ട്. കൃഷിയിടങ്ങൾ നശിച്ചുപോയിട്ടുണ്ട്. അതുപോലെ വെള്ളം കയറി ഒഴുകിയ പ്രദേശങ്ങളിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇതിനെല്ലാം കഴിയുന്നത്ര പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളുണ്ടാകും. വെള്ളം കയറിയ വീടുകളിലെയും പ്രദേശങ്ങളിലെയും പ്രയാസങ്ങൾക്ക് പരമാവധി വേഗത്തിൽ പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. താലൂക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. പരിമിതികളെ അതിജീവിക്കുന്ന കുരുന്നുകൾക്ക് കൈത്താങ്ങായി മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ഉയരെ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരവും പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന മൂവാറ്റുപുഴ നഗരസഭ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ചേർത്ത് പിടിച്ച് ആദരിച്ച് മൂവാറ്റുപുഴ നഗരസഭ മൂവാറ്റുപുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച ഉയരെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുന്നേറുന്ന ഓരോ കുട്ടിയുടെയും വിജയത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഉയരെ മികച്ച മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയും, യു ക്യാൻ എന്ന് നിങ്ങളിവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. SSLCക്ക് ഫുൾ A+ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. 10 വിഷയങ്ങളിലും A+ കിട്ടണമെങ്കിൽ നന്നായി അധ്വാനിക്കണം. ആ നല്ല അധ്വാനത്തിൻ്റെ, ആ കഠിനമായ പരിശ്രമത്തിൻ്റെ റിസൾട്ട് തന്നെയാണ് ഫുൾ A+. അപ്പോൾ ഈ പ്രായത്തിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ സാധിച്ചാൽ തീർച്ചയായും അതിനുള്ള കാലിബറും കപ്പാസിറ്റിയും നിങ്ങൾക്കുണ്ട്. ഏത് പരീക്ഷയും ഇനി നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. പല വിധത്തിലുള്ള പുതിയ ടെക്നോളജികളും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ തന്നെ തീർച്ചപ്പെടുത്തണം. നിങ്ങളുടെ അഭിരുചി നിങ്ങൾക്കാണ് നന്നായി അറിയുക. അങ്ങനെ ആ വിദ്യാഭ്യാസ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ
ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയങ്ങളും നേരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു. പരിമിതികളെ അതിജീവിച്ച് വിജയം നേടിയ നഗരസഭ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ചാണ്ടി ഉമ്മൻ MLA ആദരിച്ചു. പ്രിയപ്പെട്ട കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ വളരുന്ന മുത്തുകളാണ്, ഈ നാടിൻ്റെ അഭിമാനമാണ്. ഇവിടുത്തെ സമൂഹം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ്. അതാണ് നിങ്ങളുടെ ചെയർപേഴ്സൺ തന്നെ അങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ നടത്തുന്ന വലിയ കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുട്ടികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമുക്ക് മുന്നോട്ടുള്ള യാത്ര നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ഒരു വലിയ ദുരന്തത്തിൻ്റെ നടുവിലാണ്. മഴ വരുന്നു പോകുന്നു, മഴ വരുന്നു പോകുന്നു, നമുക്കൊരു ഉറപ്പില്ല ഇത് എന്ന് തീരുമെന്ന് പോലും ഉറപ്പില്ലാത്ത വിധം ഇങ്ങനെ പോവുകയാണ്. അപ്പം നമ്മളെല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് നേരിടുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ ചേർത്ത് പിടിക്കുവാൻ ഒന്നിച്ചു നിൽക്കാം. ബഡ് സ്കൂളിന് ഇന്ദിരാ സ്പർശം എന്ന ഔദ്യോഗിക നാമവും ചടങ്ങിൽ നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷഹന മാഹിൻ, അസം ബീഗം, P രജിത, കൗൺസിലർമാരായ കിഷോർ, മനോജ് G, KM അബ്ദുൾ മജീദ്, നഗരസഭ മുൻ ചെയർമാൻ PP എൽദോസ്, സാബു ജോൺ, PA ബഷീർ, അബ്ദുൾ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കാസർഗോഡ് നടന്ന വിവാദ ക്വിസ് മത്സരത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് പങ്കില്ലെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിവാദ ചോദ്യവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് യാതൊരു പങ്കുമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മൂവാറ്റുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച അവാർഡ്ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മന്ത്രി. സംഭവത്തിൽ അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടിയെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സോഷ്യൽ ക്ലബ്ബുകൾ വഴി നടത്തുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയല്ല. കലണ്ടറിലും അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. ഇത് പ്രാദേശികമായ അവിടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അപ്പൊ അതിലാണ് വളരെ അബദ്ധം നിറഞ്ഞ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മളാരും ഇങ്ങനെ തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ലല്ലോ. ബ്രിട്ടീഷ് സർക്കാരിന്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ മറ്റേ വൈദേശിക മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയ നേതാവ് ആരാണ് എന്ന് ആരും എവിടെയും തീർച്ചപ്പെടുത്തി വെച്ചിട്ടില്ല. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. കുറേ ആളുകളുണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ. എന്നിട്ട് അതിന് ഇത്തരത്തിലൊരു ഉത്തരം ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അതാണ് ശരി ഉത്തരം എന്ന് പറയുന്നു. ഇതൊക്കെ വളരെ ബോധപൂർവമായി ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ്. ഏതായിരുന്നാലും അത് ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരാവുമല്ലോ, അധ്യാപകരാവുമല്ലോ. അത് ആരാണെന്ന് പരിശോധിക്കാൻ കൃത്യമായിട്ട് DGയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ അതിശക്തമായ നടപടിയുണ്ട്. പിന്നെ ഇതും ഇപ്പം നടന്ന ഈ ക്വിസ് മത്സരവും വിദ്യാഭ്യാസ വകുപ്പോ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഒരുപാട് കായിക പ്രോഗ്രാമുകളുണ്ട്. അതിലിങ്ങനെ ഒരു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടൊരു ക്വിസ് മത്സരമില്ല. ഇത് തീർത്തും പ്രാദേശികമായി ആ മേഖലയിൽ സംഘടിപ്പിച്ചതാണ്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. ബോധപൂർവം തങ്ങളുടെ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമം ആ ചോദ്യകർത്താവായ അധ്യാപകൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. അത് ചെയ്തതിനെതിരെ നടപടി ഉണ്ടാകും. ഓരോരുത്തരുടെ അജണ്ട നടപ്പാക്കാനുള്ളതല്ല വിദ്യാഭ്യാസ വകുപ്പിലെ ഓരോ അവസരങ്ങൾ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരോ അധ്യാപകരോ ആയാലും ഇത്തരം നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ ഭരണപരമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. പായിപ്പറ, മഞ്ഞള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി മാത്യു കുഴൽനാടൻ MLA.
ആരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനാണ് തുക അനുവദിച്ചത്. പായിപ്പറയിൽ 1.55 കോടി രൂപയും മഞ്ഞള്ളൂരിൽ 55 ലക്ഷം രൂപയും പുതിയ കെട്ടിടങ്ങൾക്ക് നൽകും. OP മുറികൾ, നിരീക്ഷണ കേന്ദ്രം, ഇൻപേഷ്യന്റ് വിഭാഗം, ലബോറട്ടറി എന്നീ സൗകര്യങ്ങൾ പായിപ്പറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തും. ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ രംഗത്ത് കൂടുതൽ സൗകര്യങ്ങളും ഗുണനിലവാരം ഉള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും MLA അറിയിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സർഗതീരം കലാ സാംസ്കാരിക വേദി പ്രഖ്യാപനോദ്ഘാടനവും ജാനകിയും S ജാനകി അനുസ്മരണവും സംഘടിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് NB സമ്മേളനോദ്ഘാടനവും S ജാനകി അനുസ്മരണ പ്രഭാഷണവും നടത്തി. സർഗതീരം കലാ സാംസ്കാരിക വേദി പ്രഖ്യാപനോദ്ഘാടനവും ജാനകിയും S ജാനകി അനുസ്മരണ സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് NB സമ്മേളനോദ്ഘാടനവും S ജാനകി അനുസ്മരണ പ്രഭാഷണവും നിർവഹിച്ചു. ചലച്ചിത്രഗാന ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ടാണ് ജാനകിയമ്മ വിടവാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്നെ ഈ പരിപാടി ചെയ്യുമ്പോൾ ജാനകിയമ്മയെ കുറിച്ചും കൂടി ഒരു വാക്ക് പറയണം എന്ന് നസീറുകയും അതുപോലെ ശ്രീ ഷാനൊക്കെ സൂചിപ്പിക്കുകയാണ്. ജാനകിയമ്മയെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, അതിനുള്ള യോഗ്യതയും ഒന്നും അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അറിവോ ആ ഒരു നിലയൊക്കെ പരിചയസമ്പന്നവരല്ല. പക്ഷെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായും സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കലാരംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉള്ള പരിമിതമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചുമൊക്കെ ആസ്വദിച്ചുമൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. സംഗീത സംവിധായകൻ ജെറി അമൽദേവ് സാംസ്കാരിക വേദിയുടെ പ്രഖ്യാപനവും പ്രോഗ്രാം ഉദ്ഘാടനവും നടത്തി. പിന്നണി ഗായിക ദലീമ മൂവാറ്റുപുഴയിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ മഹാറാണി ടെക്സ്റ്റൈൽ ഗ്രൂപ്പ് MD റിയാസിനെയും കലാകാരൻ ഡാവിഞ്ചി സുരേഷിനെയും ചടങ്ങിൽ ആദരിച്ചു. സർഗതീരം ചെയർമാൻ നസീർ അലിയാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം, നഗരസഭ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, മൂവാറ്റുപുഴ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ജോണി, അഷറഫ് ബദരിയ, ജോബ് പട്ടാസ്, സെക്രട്ടറി ഷാനു പട്ടം, പ്രോഗ്രാം കോർഡിനേറ്റർ പോൾസൺ കുരിശിങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പിന്നണി ഗായിക ദലീമയുടെയും ഷാനു പട്ടത്തിന്റെയും നേതൃത്വത്തിൽ ഗാനമേള അവതരിപ്പിച്ചു. തുടർന്ന് മിക്സ് പരേഡും നടത്തപ്പെട്ടു. MCS Hospital, we take care of your health. പിറവത്ത് താറാവുകൾ പാടത്ത് കൂട്ടത്തോടെ ചത്ത നിലയിൽ. പാഴൂർ കുരിയാനപ്പടി മനക്കപ്പടി റോഡിന്റെ ഓരത്തുള്ള പാടശേഖരത്തിലാണ് താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പിറവത്ത് താറാവുകൾ പാടത്ത് കൂട്ടത്തോടെ ചത്ത നിലയിൽ. പാഴൂർ മനക്കപ്പടി ഭാഗത്താണ് 50ഓളം താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആരോഗ്യ വിഭാഗവും മൃഗസംരക്ഷണ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. പാഴൂർ കുര്യാനിപ്പടി മനക്കപ്പടി റോഡിന്റെ ഓരത്തുള്ള പാടശേഖരത്തിലാണ് താറാവുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആലപ്പുഴയിൽ നിന്നും തീറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് കരുതുന്നത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സല വർഗീസ്, ജെയ്സൺ പുളിക്കൽ, ഡിവിഷൻ കൗൺസിലർ ഉണ്ണി വല്ലയിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. എല്ലാ വർഷവും ഇവിടെ കൊണ്ടുവന്ന കൂട്ടത്തോടെ താറാവിനെ കൊണ്ടുവന്ന് ഇവിടെ ഈ ജലാശയത്തിലും അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള പാടത്തൊക്കെ അവർ ഈ സമയത്ത് നിർത്തി വളർത്തിയെടുക്കുന്നത് പതിവാണ്. അങ്ങനെ ഈ വർഷം ഇവിടെ വന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ സംഭവിച്ചത് ഈ താറാവുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അതനുസരിച്ചിട്ട് പലരും പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഈ താറാവിനെ നോക്കിക്കൊണ്ടിരുന്ന താറാവ് നോട്ടക്കാരനിട്ട് സ്ഥലത്തിട്ടില്ലതാണ്. തൻ്റെ ഇത്രയും വലിയ താറാവിൻ കൂട്ടം ചത്തു മലച്ചിട്ടും ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഇദ്ദേഹം ഇവിടെ എത്തുകയോ ഇതിനെ സംരക്ഷിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാത്തത് ആകെ ഒരു സംശയം ഉളവാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ പരിസരവാസികൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇവിടെ താറാവുകൾക്ക് ഈ പക്ഷിപ്പനി പ്രതിരോധ കുത്തിവയ്പ് 2 തവണ നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ താറാവുകൾ ചത്തുപൊങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ
എന്തുകൊണ്ടാണ് ഈ താറാവുകൾ ചത്തുപൊങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയും. മാത്രവുമല്ല, ഈ താറാവിന് ഇന്ന് രാവിലെ കൊടുത്ത തീറ്റ അത് ഇച്ചിരി ധാന്യത്തിൻ്റെ ഇടയിൽ എന്തൊക്കെയോ മിശ്രിതങ്ങൾ കലർത്തിയാണ് താറാവിന് കൊടുത്തത്. ഇന്ന് രാവിലെ താറാവ് കഴിച്ച ആ തീറ്റയും ഞങ്ങൾ ലാബിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതേസമയം താറാവ് കർഷകരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരുടെ വള്ളം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പാമ്പാക്കുട നീറുന്താനത്ത് ഉഷാഭവനിൽ പരേതനായ MP ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക പത്മിനിയമ്മ 93 നിര്യാതയായി. സംസ്കാരം നടത്തി. മക്കൾ ഉഷ, ജയൻ, മരുമക്കൾ വിജയൻ, ലേഖ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.